എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ ഇന്ന് അവസാനിക്കും. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ അഡ്മിഷൻ നേടേണ്ടതാണ്. അഡ്മിഷൻ നേടാതിരുന്നാൽ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന സീറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ വിദ്യാർത്ഥികൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനുള്ള അവസരവും ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ അഡ്മിഷൻ നേടേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് ഇനി എത്ര അലോട്ട്മെൻറ്റ് ഉണ്ടാകും, ഇനി അലോട്ട്മെൻറ്റ് ഉണ്ടാകുമോ എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇനി അലോട്ട്മെൻറ്റ് ഉണ്ടാവാനുള്ള സാധ്യത, അതായത് ഏകദേശം ഒരു അലോട്ട്മെൻറ്റോ അല്ലെങ്കിൽ 2 അലോട്ട്മെൻറ്റോ മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് ഇനി അത്രയും സീറ്റ് ബാക്കി ഉണ്ടാവാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഉണ്ടാകുന്ന അലോട്ട്മെൻറ്റുകളുടെ എണ്ണവും കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇനി സ്പോട്ട് അലോട്ട്മെൻറ്റ് വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം അലോട്ട്മെൻറ്റ് പ്രോസസ്സ് ഏകദേശം കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ഇന്ന് വൈകുന്നേരം 4 മണിക്കകം വിദ്യാർത്ഥികൾ ജോയിൻ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് റീഫണ്ട് റിക്വസ്റ്റിനായിട്ടുള്ള അപേക്ഷകൾ ഏകദേശം ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്ത ശേഷം വെബ്സൈറ്റിൽ വരുന്നതായിരിക്കും. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസും അതുപോലെ തന്നെ നിങ്ങൾ മുൻപ് ആ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ ആ റെസിപ്റ്റ് ഒക്കെ ഉണ്ടാകും. അത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ അപ്ലോഡ് ചെയ്ത ശേഷം നിങ്ങൾക്ക് റീഫണ്ടിനായിട്ട് റിക്വസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. റീഫണ്ട് റിക്വസ്റ്റ് ചെയ്യുന്നത് 2 രീതിയിലാണ്. അതായത് ഒന്നാമത് കോളേജിൽ ജോയിൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ അധികമായിട്ട് അടച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പൈസ ലഭിക്കുന്നതിനായിട്ട്, അതായത് ആദ്യം സെൽഫ് ഫിനാൻസിൽ കിട്ടി പിന്നീട് ഗവൺമെൻറ് കിട്ടുന്ന സമയത്ത് ആദ്യം അടച്ചതിൽ നിന്നും എക്സ്ട്രാ വരുന്ന ആ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് തിരികെ റീഫണ്ടിനായിട്ട് അപ്ലൈ ചെയ്യും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ റീഫണ്ടിനുള്ള റീസണായിട്ട് എക്സസ് ഫീ റീഫണ്ട് എന്നുള്ളതും, അതുപോലെ തന്നെ ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിച്ച ശേഷവും കോളേജിൽ ജോയിൻ ചെയ്യാതെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ കോളേജിൽ അതായത് ജോയിൻ ചെയ്തിട്ടില്ല, അതായത് നോട്ട് ജോയിൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു രീതിയിലാണ് റീസൺ നൽകേണ്ടത്. അപ്പോൾ ഈ റീഫണ്ട് റിക്വസ്റ്റ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത ശേഷം വെബ്സൈറ്റിൽ അതിനുള്ള ലിങ്കും, അതായത് അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് പേജിൽ റീഫണ്ട് റിക്വസ്റ്റിനായിട്ടുള്ള ലിങ്കൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ അത് നിങ്ങളുടെ കോളേജുമായിട്ട് കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ കോളേജുമായി കോൺടാക്റ്റ് ചെയ്താൽ മാത്രമേ ആ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.